ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിതാ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റൊട്ടിയാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം, വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു റൊട്ടി ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് കുറച്ച് പത്തിരി പൊടിയാണ് കേട്ടോ. അപ്പോൾ പത്തൽ പൊടി വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്ത് പത്തലാണല്ലോ. പത്തലല്ല കേട്ടോ, ഇത് റൊട്ടി തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മൈദയും കൂടി ചേർക്കുന്നുണ്ട്. ഈ രണ്ട് സാധനം വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ റൊട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും സെയിം അളവിലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഒരു കപ്പ് മൈദയും ഒരു കപ്പ് പത്തൽ പൊടിയാണ് ഞാനിവിടെ എടുത്തത്. അപ്പോൾ അത് രണ്ടും ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ഇടുന്നത് ഒരു നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു സ്മെല്ലുണ്ട് നെയ്യ് ഇടുമ്പോൾ. അപ്പോൾ അത് 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നെയ്ക്ക് പകരം ഓയിൽ ചേർക്കുന്നതിനും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കാം. നമ്മൾ പിട്ട് നനക്കുന്നത് പോലെ ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ പത്തിരിയൊക്കെ കുഴക്കുന്ന ആ ഒരു കൂട്ടിൽ തന്നെ നമ്മൾ ഇതുപോലെ ഒഴിച്ചെടുക്കണം. അപ്പോൾ നല്ലോണം ഹാർഡായിട്ട് കുഴക്കണ്ട, നല്ല സോഫ്റ്റ് നല്ലൊരു സ്മൂത്തായിട്ട് തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിത് 1.5 കപ്പ് വെള്ളത്തിലാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റാക്കി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണയുള്ള വെള്ളത്തിലാണ് ഞാൻ കുഴച്ചതും, ചൂടുവെള്ളത്തിലല്ല. അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന അരിപ്പൊടി ആണെങ്കിൽ നിങ്ങൾ ചൂടുവെള്ളത്തിൽ കുഴക്കാതെ പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കണം. പച്ചവെള്ളത്തിൽ കുഴക്കാൻ പറ്റുന്ന പൊടിയാണ് നമ്മൾ ഇതിലേക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഇത് ഈ ഒരു മാവ് വലിഞ്ഞ് നിൽക്കുന്ന പോലത്തെ മാവല്ല. നമ്മൾ സാധാ മൈദയിൽ കുഴച്ചെടുത്താൽ അതൊരു വലിഞ്ഞ് നിൽക്കുന്ന പോലത്തെ ഒരു മാവായിരിക്കും. ഇതിൽ അരിപ്പൊടിയൊക്കെ ഉപയോഗിച്ചതുകൊണ്ട് തന്നെ ഇതുപോലെ മുറിഞ്ഞ് നിൽക്കുന്ന പോലത്തെ ഒരു മാവാണ് നമുക്ക് കിട്ടുന്നത്. നല്ല സോഫ്റ്റ് ആയിരിക്കും ഇതിൻ്റെ മാവും. അപ്പോൾ ഇത് ഈ ഒരു ടൈപ്പിൽ ഞാനിത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ കുറഞ്ഞത് ഒരു 15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എങ്കിൽ നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും ഇതിലുണ്ടാവുന്നത്. പിന്നെ ഇതിൽ ഉപയോഗിച്ച വെള്ളമാണ് ഞാൻ സാധാ വെള്ളമാണ് ഉപയോഗിച്ചത്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് പാലും ഉപയോഗിക്കാം. പാലിൻ്റെ ആവശ്യമില്ല. നമ്മളിതിങ്ങനെ കുഴച്ച് കുറച്ച് സമയം ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ തന്നെ നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. ഇനി നമുക്കിതിങ്ങനെ പരത്തിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഒരുപാട് തിന്നാക്കാനും പാടില്ല. ഇത് പരത്തിയെടുക്കുന്ന സമയത്ത് കുറച്ച് തടിയിൽ വേണം നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ ഒരേപോലത്തെ ഷേപ്പാക്കി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ തന്നെ കുറച്ച് പൊടിയിട്ട് അതിൽ വെച്ച് പരത്തുന്നത് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന അതേ രീതിയിൽ തന്നെ പരത്തിയെടുക്കുന്നുണ്ടത്. അപ്പോൾ ഇത് നമുക്ക് പ്രസ്സിൽ പരത്തിയെടുക്കാനും പറ്റും. അത്ര നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പ്രസ്സിൽ പരത്താനും പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് പറ്റി മാറ്റി വെക്കാം. അപ്പോൾ നല്ലോണം തിന്നാക്കാൻ പാടില്ല, നല്ലോണം ഹാർഡാക്കിയിട്ട് പരത്താനും പാടില്ല. നല്ല സോഫ്റ്റായിട്ട് തന്നെ പരത്തിയെടുക്കണം. അപ്പോൾ കുറച്ച് തടിയും വേണം. അപ്പോൾ റൊട്ടീൻ്റെ ആ ഒരു തിക്നെസ് ഉണ്ടല്ലോ, അത്രയും തടിയിലാണ് നമ്മൾ ഇത് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഇത് പരത്തിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതെല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. ഈ ഒരു തടിയിലാണ് കേട്ടോ ഞാൻ പരത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ചൂടായ ഒരു ഇരുമ്പ് തവയിലാണ് ഞാൻ ചുടുന്നത്. അപ്പോൾ ഒരു സൈഡ് ഒന്ന് ജസ്റ്റ് ഒരു കളർ മാറുന്ന സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു സൈഡും ചെറുതായിട്ടൊന്ന് കളർ മാറി ചെറുതായിട്ടൊരു ബ്രൗൺ കളറൊക്കെ ആവുന്ന ആ ഒരു സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ റൊട്ടിയിലെല്ലാം ഉണ്ടാകുന്ന അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ ഇത് ചുടുന്നതും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റൊട്ടിയാണ്. ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ അരിപ്പൊടി എടുക്കുമ്പോൾ ചൂടുവെള്ളത്തിൽ കുഴക്കുന്ന പോലത്തെ പൊടി പറ്റൂല. നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു അരിയാണെങ്കിൽ പറ്റുന്നത് തന്നെ. പിന്നെ പാക്കറ്റിൽ കിട്ടുന്ന ആ ഒരു അരിപ്പൊടിയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ ചുട്ടെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ കറി, മീൻ കറി എല്ലാത്തിനും ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ ചിക്കൻ കറി കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് തന്നെ. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.